ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ജിയോഗ്രഫിയിലെ ടൈപ്സ് ഓഫ് ക്രോപ്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഈ ടൈപ്സ് ഓഫ് ക്രോപ്സ് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ്. അതായത് ഖാരിഫ്, റാബി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി എന്താണ്? സീസണിനനുസരിച്ചിട്ട് ക്രോപ്സിനെ തരം തിരിച്ചു വരിക്കുകയാണ്. അത് മൂന്ന് ടൈപ്പാണുള്ളത്. കേട്ടിട്ടുണ്ടാവും. ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറഞ്ഞ് മൂന്ന് ടൈപ്പ് കേട്ടിട്ടുണ്ടാകും. ഖാരിഫ്, റാബി, സെയ്ദ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൂന്നെണ്ണമാണ് ഉള്ളത്, അല്ലെങ്കിൽ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 4 മാസം 4 ദിവസം വെച്ചിട്ടായിരിക്കും ഇത് വരുന്നതെന്ന് ഏകദേശം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഖാരിഫ് വരുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. ദെൻ ഇത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ടു മാർച്ച് വരെ. ദെൻ മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പറയുന്ന സെയ്ത് വരുന്നത്. അപ്പോൾ ഇതിലെ ക്രോപ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും നോക്കാനുള്ളത്. ഇതിലെ ക്രോപ്സ് ചിലപ്പോൾ ഒരു എക്സാമിന് ഒരു ക്രോപ്പ് തന്നിട്ട് അത് ഏത് സീസണിനെ ഡിപ്പെൻഡ് ഏത് ക്രോപ്പ് ഖാരിഫ് ആണോ റാബി ആണോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഖാരിഫ്, റാബി, സെയ്ദ്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സീസണിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, റാബി, ഖാരിഫ്, സെയ്ദ് ആണല്ലോ. അപ്പോൾ നമുക്കിനി ഓരോന്നും ആയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് നോക്കാൻ ഉള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാരിഫാണ്. ഫസ്റ്റ് കിടക്കുന്ന ഏതാണ്? ഖാരിഫാണ്. രണ്ടാമത് കിടക്കുന്ന ഏതാണ്? രണ്ടാമത് കിടക്കുന്നത് റാബിയാണ്. മൂന്നാമത് കിടക്കുന്നത് സയ്ദാണ്. ഖാരിഫ്, റാബി, സയ്ദ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ആദ്യമേ തന്നെ ഖാരിഫ് പഠിക്കാം. ഖാരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? മഴക്കാല വിളകളാണ് ഈ ഖാരിഫ് എന്ന് പറയുമ്പോൾ. എന്താണ്? മഴക്കാല വിള. അപ്പോൾ ഇമാജിൻ ചെയ്യണം, മഴയുള്ളൊരു നല്ലൊരു ദിവസം. ഉം. നമ്മളിങ്ങനെ വരാന്തയിൽ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം അമ്മ വീട്ടിൽ അമ്മ എന്ത് ചെയ്യുന്നു? നല്ലൊരു കഞ്ഞി, നല്ല ചൂട് കഞ്ഞിയായിട്ട് വരുന്നു. ഓക്കെ, നല്ല ചൂട് കഞ്ഞിയായിട്ട് വരുന്നു. അപ്പൊ കഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? അരി വെച്ചിട്ടുണ്ടാക്കിയതല്ലേ? അരി വെച്ചിട്ടുണ്ടാക്കിയതല്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഖാരിഫ്, ഖാരിഫ്, ഖാരിഫ് എന്നാണ് സ്പെല്ലിങ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അരി എന്ന് വായിച്ചൂടെ? എന്തെന്ന് വായിക്കാം? അരി എന്ന് വായിക്കാം. അരി എന്ന് വായിക്കാമല്ലോ. അപ്പോൾ അരി, റൈസ്, റൈസ്. റൈസ് പോലെ തന്നെ അതേപോലെ തന്നെ പ്രൊണൗൺസ് ചെയ്യുന്ന ആണ് എന്ത്? മെയ്സ്. റൈസ്, മെയ്സ്, റൈസ്, മെയ്സ്. ഇനി വേറെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാബിയും അതുപോലെ തന്നെ ഖാരിഫും രണ്ടും കൂടിയാണ്. പക്ഷെ ഇന്ത്യയിൽ ഇത് മെയിനായിട്ടും ഈ പറയുന്ന ഖാരിഫ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഓർക്കേണ്ട എന്തൊക്കെയാണ്? റാ ഈ പറയുന്ന നമ്മുടെ ഖാരിഫ് എന്ന് പറയുന്നത് മഴക്കാലമാണ്. മഴക്കാലത്തിന് കണക്ട് ചെയ്യാനാണ് ഞാൻ ഈ ഒരു വരാന്ത ഉദ്ദേശിച്ചത്. അപ്പോൾ ചൂട് കഞ്ഞിയും കൊണ്ടുവന്നു. ഇനിയിപ്പോൾ റൈസ്, നമ്മൾ ഈ പറയുന്ന റേഷൻ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ റൈസ് ഇടുന്ന എന്താണ്? ചാക്കിലാണ്, അല്ലെ? ചാക്കിലാണ്. അപ്പൊ ചാക്ക് എന്ന് പറയുമ്പോൾ എന്താ? ചണം അല്ലെങ്കിൽ ജൂട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അല്ലെ? ജൂട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള. അപ്പൊ ജൂട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. അപ്പൊ ജൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ജൂട്ട് ജൂട്ട് എന്ന് പറയുമ്പോൾ ചണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂട്ടത്തിൽ എന്തുണ്ടാവും? കോട്ടൺ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കണം. എന്തുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കണം? കോട്ടൺ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കണം. കോട്ടൺ. ഓക്കെ, അപ്പോൾ അതായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ചോളം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഈ വൈകുന്നേരത്തെ ആകുമ്പോഴത്തേക്കും വീണ്ടും മഴയാണ്. അപ്പോൾ ഒരു കട്ടൻ കിട്ടി എങ്ങനെ ഉണ്ടാവും? നല്ല മധുരം ഇട്ടിട്ടുള്ള ഒരു കട്ടൻ. കൂട്ടത്തിൽ കപ്പലണ്ടി നമുക്ക് കൊണ്ട് തരുമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മഴ ആസ്വദിച്ചിട്ട് ഈ കപ്പലണ്ടിയൊക്കെ പെറുക്കി പെറുക്കി തിന്നും.
നല്ല രസമായിരിക്കും അല്ലേ? അയ്യോ, അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ മഴ, കട്ടൻ കാപ്പിയാണ് നല്ല മധുരമായിട്ടുള്ള കട്ടൻ കാപ്പി. മധുരം എന്ന് പറയുമ്പോൾ എന്താണ്? പഞ്ചസാര. പഞ്ചസാര ആണെങ്കിൽ എന്തായിരിക്കണം? ഷുഗർ കെയിൻ വേണം. പഞ്ചസാര ഉണ്ടാക്കാനായിട്ട് എന്ത് വേണം? ഷുഗർ കെയിൻ വേണം. അപ്പോൾ ഷുഗർ കെയിനും എന്താണ്? ഖാരിഫ് ക്രോപ്പാണ്. ഖാരിഫ് ക്രോപ്പാണ്. ദെൻ കപ്പലണ്ടി. കപ്പലണ്ടിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മഴക്കാലത്ത്, നല്ല ചൂട് കപ്പലണ്ടി. അപ്പോൾ അതെന്താണ്? ഖാരിഫ് ക്രോപ്പാണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രൗണ്ട് നട്ട് എന്ന് പറയാം അല്ലേ? ഗ്രൗണ്ട് നട്ട്. ഗ്രൗണ്ട് നട്ട്. ഇനി നമ്മൾ ഈ പറയുന്ന മഴയുടെ സമയത്ത് പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് വീടിൻ്റെ പുറത്തോട്ടൊക്കെ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുളത്തിലൊക്കെ നല്ല താമരയൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന കാണാം അല്ലേ? മഴയുടെ ടൈമിൽ. അപ്പോൾ താമര, താമര എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഏതാ പാർട്ടീനെ ഓർമ്മ വരുന്നത്? BJPനെ ഓർമ്മ വരുന്നത്. ശരിയാണല്ലോ? BJP. BJP. അപ്പോൾ BJP എന്ന് പറയുമ്പോഴത്തേക്ക് BJPനെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ഓർക്കണം? ബാജ്ര. ഓക്കെ, ബാജ്രയുണ്ട്. ദെൻ ജോവർ. ജെ എന്താണ്? ജോവർ ഉണ്ട്. ജെ എന്താണ്? ജോവർ ഉണ്ട്. ദെൻ പൾസസ്. പൾസസ് ഈ പറയുന്ന എള്ള് അതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. ആ, കടല അതുപോലുള്ള വരുന്ന ഇതിലാണ്, റാബിയിലാണ്. അപ്പോൾ BJP, ബാജ്ര, ജോവർ, പിന്നെ എന്താണ്? പൾസസ്. ചെറിയ ചെറിയ പൾസസ്. ഓക്കെ. ദെൻ കോട്ടൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോട്ടൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? നല്ല മഴയുള്ള ഒരു ദിവസം അല്ലേ? നല്ല മഴയുള്ള ഒരു ദിവസം നമ്മൾ വെളിയിലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം അമ്മ എന്ത് ചെയ്തു? കഞ്ഞിയായിട്ട് വന്നു. നമ്മൾ ചൂട് കഞ്ഞി, ചൂട് നമ്മൾ എന്ത് ചെയ്തു? കുടിച്ചു. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ അരി ഇട്ടുകൊണ്ട് വരുന്ന ഇതിലാണ്, ചാക്കിന്റെ ചൂട്ടിന്റെ ചണത്തിന്റെ ഇതിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ജൂട്ട് കണക്ട് ചെയ്ത്. ജൂട്ട് ഉണ്ടെങ്കിൽ കോട്ടൺ വരും. പിന്നെ റൈസ്, മെയ്സ്. താമരയിൽ നിന്ന് BJP നമ്മൾ പഠിച്ചു അല്ലേ? BJP. ഓക്കെ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്തെന്ന് പറയുന്ന ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്ന. ഖാരിഫ് ക്രോപ്സ്. ഖാരിഫ് ക്രോപ്സ്. അപ്പോൾ ഖാരിഫ് എന്ന നമുക്ക് ക്രോപ്സ് എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഖാരിഫ്, റാബി ഇതെല്ലാം തന്നെ ഇതിൻ്റെ അറബിക് വേർഡുകളാണ്. ഈ ഖാരിഫ് എന്ന് പറയുന്ന അറബിക് വേർഡിന്റെ അർത്ഥം ഓട്ടം എന്നാണ്. ഓട്ടം എന്നാണ്. ദെൻ ഈ ഖാരിഫ് ക്രോപ്സിനെയാണ് മൺസൂൺ ക്രോപ്സ് എന്നും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ തുടക്കകാലത്തിൽ, സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ തുടക്കകാലത്തിൽ ഇത് വിളവിറക്കുകയും അതിന്റെ അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? വിളവെടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ മൺസൂൺ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ ഓർത്ത് വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്കൂളിൽ പോകുന്ന ടൈമിൽ, പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിലായിരുന്നു ഈ പറയുന്ന മഴക്കാലം തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ജൂൺ മാസത്തിൽ ഇത് എന്ത് ചെയ്യും? വിളവിറക്കും. എന്നിട്ട് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇത് വിളവെടുക്കും. കാരണം ഇതിൻ്റെ എന്താ പറയുന്ന കൃഷിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് റെയിനും വാട്ടറും എന്ന് പറയുന്നത്. ദെൻ എക്സാമ്പിൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞ? പാടി പറഞ്ഞു, മെയ്സ് പറഞ്ഞു, ഷുഗർ കെയിൻ പറഞ്ഞു, മൂങ്. ഈ മൂങ് ആണ് ഞാൻ പറഞ്ഞ പൾസസ്, ചെറിയ ചെറിയ പൾസസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ദെൻ ഗ്രൗണ്ട് നട്ട് പറഞ്ഞു, ബാജ്ര പറഞ്ഞു, ജോവർ പറഞ്ഞു. അപ്പോൾ എല്ലാം കണക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. ദെൻ കോട്ടൺ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? ദെൻ എപ്പോഴും ഓർത്തിരിക്കണം, റൈസിന്റെ റിബലാണ് വീറ്റ് എന്ന് ഓർത്ത് വെക്കണം. റൈസിന്റെ റിബലാണ് വീറ്റ് എന്ന് ഓർത്ത് വെക്കണം. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഖാരിഫ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റെന്ത് കണക്ട് ചെയ്യാൻ പറ്റും? റാബിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ പാരലായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരിയിൽ വെച്ചിട്ടാണ് നമ്മളെല്ലാം തുടങ്ങിയത്. പിന്നെ അരിയിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ചാക്കി കയറി, ചാക്കിയിൽ നിന്ന് കോട്ടണിൽ കയറി, റൈസ്, മെയ്സ് കയറി, കപ്പലണ്ടി, ഷുഗർ കെയിന്, താമര, BJP എല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എന്താണ്? റാബിയാണ്. റാബിയാണ് അല്ലേ? റാബി ക്രോപ്സിന്റെ കേസിൽ മഞ്ഞുകാലമാണ്. മഞ്ഞുകാലം. ഓക്കെ. മഞ്ഞുകാലത്ത് പ്രത്യേകത എന്താ? നല്ല തണുപ്പായിരിക്കും അല്ലേ? മഞ്ഞുകാലത്തിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പൊ തണുപ്പൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടീ കായണ്ടേ? ടീ ഒക്കെ കായണ്ടേ? ടീ കായണം. അതുപോലെ തന്നെ ഈ തണുപ്പ് കാലത്ത് എന്ത് ചെയ്യും? ഒരു ചെറുതൊക്കെ അടിക്കാൻ എല്ലാവർക്കും തോന്നും. വെള്ളം അടിക്കാൻ തോന്നും. ഓക്കെ. അപ്പോൾ അങ്ങനെ വീറ്റ് എന്ന് ഓർക്കാം. വീറ്റ് എന്ന് ഓർക്കണം. ഏഹ് ഇത് വിസ്കി ആണെന്ന് ഓർക്കാം. സാധനം എന്താണ്? ഈ വിസ്കി നമുക്ക് എടുക്കണമെങ്കിൽ, സാധനം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാറിൽ പോകണം. എവിടെ പോകണം? ബാറിൽ പോകണം. ബാറിൽ പോയാൽ മാത്രമേ കുപ്പി കിട്ടുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ എന്തിനായിരിക്കും ബാർ പറഞ്ഞ? ബാർലി. എന്തിനായിരിക്കും? ബാർലി. ഓക്കെ, ബാർലി. ഓക്കെ, ബാർലി. അപ്പോൾ
വീറ്റ് ഉണ്ട്, വീറ്റിനെ നമ്മൾ വിസ്കിയായിട്ട് കണക്ട് ചെയ്തു. ദെൻ ബാർലി, കുപ്പിയെടുത്തു. ഇനിയിപ്പോൾ ടച്ചിങ്സ് വേണ്ടേ? ടച്ചിങ്സ് വേണം. ടച്ചിങ്സിനായിട്ട് ഇതേപോലെ എന്തെങ്കിലും ചിക്കനോ ബീഫോ, ഇങ്ങനെ സവാളയും തക്കാളിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, തക്കാളി ഇതിനകത്ത് ഇപ്പം ഇല്ല കേട്ടോ, ഉണ്ടെന്ന് വിചാരിക്കേ, തക്കാളിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുള്ള എന്തുണ്ടാവും, ഈ പറയുന്ന ടച്ചിങ്സ് ഉണ്ടാവും. ഇനി അതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ചിപ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? പൊട്ടറ്റോ ചിപ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല തണുപ്പ് കാലമാണ് കേട്ടോ. അപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ടാണ് വെള്ളം അടിക്കാൻ പോകുന്നത്. അപ്പോൾ തണുപ്പ് കാലത്താണ് ആയിരിക്കും എന്ത് ചെയ്യുന്ന ഈ പറയുന്ന നമ്മുടെ റാബി ക്രോപ്സ്, എന്ത് ചെയ്യുന്ന റാബി ക്രോപ്സ് വിളവിറക്കുന്നത്. ഇനിയിപ്പോൾ ചിലവർക്ക് എന്ത് ചെയ്യും, ഇത് മാത്രം പോരാ, തണുപ്പ് കയറ്റാൻ എന്ത് ചെയ്യും, മറ്റേ വലിക്കണമെന്ന് തോന്നും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ടൊബാക്കോ. ടൊബാക്കോ ഓക്കെ. ടൊബാക്കോ കാണിച്ച സ്ഥിതിക്ക് നമുക്ക് മറ്റേ ഡയലോഗ് അടിച്ചേക്കാം അല്ലേ? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, പുകപ്പിടിക്കൽ പുற்றுനോയി ഉണ്ടാക്കും എന്ന് പറയുന്ന തമിഴ് ഡയലോഗ് ഇല്ലേ? ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ ടൊബാക്കോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എന്ത് വരുന്നത്, റാബി ക്രോപ്സ്. അപ്പോൾ റാബി ക്രോപ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇമാജിൻ ചെയ്യാം, നല്ല തണുപ്പ് സമയം, നല്ല തണുപ്പ് സമയത്ത് ഒരു ചെറിയ ഒരു വിസ്കി, എന്നിട്ട് ബാറിൽ പോകണം. ടച്ചിങ്സിന് ടച്ചിങ്സിന് അവിടെ കൊണ്ടുപോയി വെച്ചത് ഇതിൻ്റെ പുറത്ത് നല്ല സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അത് കിട്ടിയില്ലെങ്കിൽ പൊട്ടറ്റോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. ദെൻ ടൊബാക്കോ, ചെറുതായിട്ട് വലിക്കണമെന്നുള്ളവർ വലിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന എന്തെന്ന് പറയുന്ന റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. റാബി ക്രോപ്സ് ഇനിയിപ്പോൾ നമുക്ക് നോക്കിയാലോ. ഓക്കെ. റാബി ക്രോപ്സ്. റാബി ക്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? അറബിക് വേർഡ് തന്നെയാണ്. സ്പ്രിങ് എന്നാണ് മീനിങ്. എന്താണ്? സ്പ്രിങ് എന്നാണ് അതിൻ്റെ മീനിങ്. അറബിക്കിൽ സ്പ്രിങ് എന്നാണ് ഈ റാബിയുടെ മീനിങ്. ഇതിന് വിന്റർ ക്രോപ്സ് എന്നും പറയാറുണ്ട്. ഓൾറെഡി കണക്ട് ആയി കാണുമല്ലോ. വിന്റർ ക്രോപ്സ് എന്നും പറയാറുണ്ട്. ഇനി വിളവിറക്കുന്നത് ഒക്ടോബർ നവംബർ മാസം. നമുക്കറിയാം, ഈ ക്രിസ്മസിൻ്റെ ഒക്കെ ടൈം ആകുമ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം തണുപ്പ് വരുന്ന സമയമാണ്. ആ ടൈം ആകുമ്പോൾ തന്നെയാണ് മൺസൂൺ അവസാനിച്ചിട്ട് തണുപ്പ് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നത്. അപ്പോൾ ഈ തണുപ്പിൻ്റെ ടൈമിൽ വിളവിറക്കും. ഹാർവെസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? മാർച്ച് മാസം. ഓക്കെ. എക്സാമ്പിൾ വീറ്റ്, ബാർലി, പീ, ഒനിയൻ, ടൊമാറ്റോ, ടൊബാക്കോ, ഇതെല്ലാം തന്നെ, പൊട്ടറ്റോ, ഇതെല്ലാം തന്നെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഈ പറയുന്ന റാബി ക്രോപ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എന്താണ്? സൈദ്. അടുത്ത എന്താണ്? സൈദ്. സൈദ് എന്ന് പറയുമ്പോഴത്തേക്കും മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് മെയിനായിട്ട് വരുന്നത്. അതായത് ഖാരിഫ് റാബി ക്രോപ്സിന്റെ കാലഘട്ടത്തിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ ടൈം ഇവിടെ സമ്മറാണ്. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ കാണാം കുറെ പച്ചക്കറി ആ സമയത്ത് കിട്ടുമല്ലേ? അല്ലെങ്കിൽ ഓർക്കുക, വിഷുവിൻ്റെ ഒക്കെ ടൈമാണ്, പച്ചക്കറിയൊക്കെ അല്ല മറ്റേ ഇതിൽ വെക്കുന്നത്, കണിയിൽ വെക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ്, തണ്ണിമത്തൻ, അതുപോലുള്ള സാധനങ്ങളൊക്കെ, കുക്കുംബർ, ഇതൊക്കെ എപ്പോഴായിരിക്കും? ഈ പറയുന്ന സൈദ് ക്രോപ്സ് ആണ്. ആ ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നത്? വിളവ് ഇറക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെക്കുക. ഇതാണ് നമുക്ക് ഖാരിഫ്, സൈദ്, റാബിനെ പറ്റി പറയാനുള്ള. കോഡൊക്കെ കണക്റ്റ് ആയി എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്സും അതിന് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ റൈസ്, ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ചൈനയ്ക്ക് ശേഷം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അരി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ജനസംഖ്യ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഉച്ചയ്ക്ക് ഇവിടെയൊക്കെ ചോറല്ലേ? അപ്പോൾ ചൈനയിൽ ചോറ് കൊടുക്കണമെങ്കിൽ നേരത്തെ, ഇപ്പം ഇന്ത്യ ഏകദേശം കവർ ചെയ്തല്ലേ, നേരത്തെ ചൈനയിൽ അത്ര ആൾക്കാർക്ക് ചോറ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത്ര അരി വേണമായിരുന്നു. ഇപ്പം ഇന്ത്യയിൽ ഇപ്പം എന്ത് ചെയ്യണം? ആ ടൈമിൽ ഏകദേശം ഇന്ത്യ സെക്കൻഡ് ആയിരുന്നല്ലോ. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യ സെക്കൻഡ് പ്രൊഡ്യൂസറായി. ഇനിയിപ്പോൾ എന്താണ് ഇതിന് വേണ്ട ടെമ്പറേച്ചർ? 21 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. അതുപോലെ തന്നെ റെയിൻഫോൾ 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിലാണ്. ഇതിന് ആപ്റ്റായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്ന അലൂവിയൽ സോയിലാണ്, അല്ലെങ്കിൽ റിവറൈൻ സോയിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് ഇതിന് ആപ്റ്റായിട്ടുള്ള സോയിൽ വരുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ലോമി ക്ലേ സോയിലിനും ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ കൃഷി പറ്റിയതാണ്. ഇനി ഇന്ത്യയിൽ ഈ ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഈ അരി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാൾ, യു പി, പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്ര. അതായത് നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന്
നമ്മുടെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ റൈസ് കൾട്ടിവേറ്റിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ ഏരിയ പിടിച്ച് പോകുന്നത് മൊത്തം എന്താണ്, നമ്മുടെ റൈസ് കൾട്ടിവേറ്റിംഗ് ഇമ്പോർട്ടൻ്റ്, അതായത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈസ് കൾട്ടിവേറ്റിംഗ് സ്റ്റേറ്റുകളാണ്. അതായത് തമിഴ്നാട് ഉണ്ടാവും, ആന്ധ്ര ഉണ്ടാവും, തെലുങ്കാന ഉണ്ടാവും, വെസ്റ്റ് ബംഗാൾ ഉണ്ടാവും, UP ഉണ്ടാവും, പഞ്ചാബ് ഉണ്ടാവും. ഇതെല്ലാം ഈ പറയുന്ന ഏരിയ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും അവിടെ. അപ്പോൾ അതാണ് ഈ പറയുന്ന റൈസിനെ പറ്റി പറയാനുള്ളത്. റൈസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പഠിക്കണം? വീറ്റ് പഠിക്കണം. വീറ്റും ഇന്ത്യ സെക്കൻഡ് പ്രൊഡ്യൂസിങ് ആണ്. ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം മറ്റത് രണ്ടും രണ്ട് ടൈപ്പ് അല്ലേ, രണ്ട് ടൈപ്പ് ക്രോപ്സ് അല്ലേ. അപ്പൊ ഇത് ഏകദേശം 10 ഡിഗ്രി ടു 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന് വരുന്നത്. കാരണം തണുപ്പാകുമല്ലോ, തണുപ്പ് വേണമെന്ന് ആലോചിച്ചാൽ മതി. റെയിൻഫോള് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 75 സെന്റിമീറ്റർ ആണ് റെയിൻഫോൾ വേണ്ടത്. പിന്നെ ഓർക്കുക, നമ്മുടെ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ആലു പൊറോട്ട, ചപ്പാത്തി, അത് ഇത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ടും എന്തായിരിക്കും, UPയും പഞ്ചാബും ആ ഒരു, അതായത് ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നോർത്ത് മോസ്റ്റ് ഇങ്ങനെയുള്ള, അതായത് ഇവിടെ ഏകദേശം ഗുജറാത്താന്ന് വിചാരിക്കുക, ഈ ഒരു പോർഷനിലായിരിക്കും മെയിനായിട്ട് ഈ പറയുന്ന കൾട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. UP, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, ഇതൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, ചപ്പാത്തി കൂടുതലായിട്ട് തിന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പഞ്ചാബി ഹൗസിലെ ഡയലോഗില്ലേ, മറ്റേ ചപ്പാത്തി നെഹി നെഹി, അത് ഓർത്താൽ മതി. പഞ്ചാബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ അടുത്തുള്ള ഏരിയ എല്ലാം കണക്ട് ചെയ്യണം. ഹരിയാന, UP ഒക്കെ കണക്ട് ചെയ്ത് പോകണം. ഓക്കെ. അടുത്തത് ടീ. ടീ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോട്ട് ആരാ ഓടി വരുന്നത്? മോഹൻലാൽ. മന്നെ 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 ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടും എന്ന് പറഞ്ഞു വരും അല്ലേ, കണ്ണൻ ദേവൻ ടീ, ആ സാധനം അല്ലേ. അപ്പോൾ ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ഈ കണ്ടതിൻ്റെ എല്ലാം സെക്കൻഡ് ലാർജസ്റ്റ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് കൺസ്യൂമർ. എങ്ങനെ ലാർജസ്റ്റ് കൺസ്യൂമർ ആകാണ്ടിരിക്കും? ഓരോരുത്തന്മാർക്ക് മിനിറ്റിന് ചായ വരും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചായ കുടിക്കാൻ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ലാർജസ്റ്റ് കൺസ്യൂമർ ആകാതിരിക്കുന്നത് അല്ലേ? അതൊന്ന് ബേസിക് ആയിട്ട് ആലോചിച്ച് നോക്കണേ. പിന്നെ 15 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ വേണ്ടത്. മഴ കുറച്ചുകൂടി വേണം 150-300. ഓക്കെ. ദെൻ ആസാം ടീ എന്ന് കേട്ടിട്ടുണ്ടാവും. പിന്നെ അറിയാലോ, കേരളത്തിൽ ഉണ്ട്, മറ്റേ കണ്ണൻ ദേവൻ ടീ എന്ന് പറഞ്ഞ് കാണും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടീ കൾട്ടിവേറ്റിംഗ് എന്താ പറയുന്ന സംസ്ഥാനങ്ങളും ടീന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ്റെ കേസിലും നമ്മൾ എന്താണ്, സെക്കൻഡ് പൊസിഷനിലാണ്. ചായ ചായ എന്ത് ചെയ്യണം? ചായയിൽ മധുരം ഇടണമെങ്കിൽ പഞ്ചസാര വേണം അല്ലേ. ഈ പഞ്ചസാര ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിനും സെക്കൻഡ് പൊസിഷനാണ് ഓർത്ത് വെക്കുക. ടെമ്പറേച്ചർ 20 to 26 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. ദെൻ നമ്മുടെ പഞ്ചസാര കിണ്ണം, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഷുഗർ ബോൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന UP അല്ല. അപ്പോൾ UPയിൽ തന്നെ UP ആണല്ലോ. അപ്പോൾ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഷുഗർ കെയിൻ കൃഷി ചെയ്യണ്ടേ. പഞ്ചാര ഉണ്ടാക്കണമെങ്കിൽ കരിമ്പ് കൃഷി ചെയ്യണ്ടേ. അത് ഓർത്താൽ മതി. അപ്പോൾ UP ആണ് ടോപ്പ് കൺട്രി. പിന്നെ മഹാരാഷ്ട്ര, തമിഴ്നാട് ഓർക്കുന്നത് എങ്ങനെയാണ്, ഈ പൊങ്കലിൻ്റെ ഒക്കെ ടൈമിൽ മറ്റേ കരിമ്പ് ഇഷ്ടം പോലെ വേണ്ടേ. സോ അങ്ങനെ ഓർത്ത് വെക്കും. പിന്നെ കർണാടക, തമിഴ്നാടിൻ്റെ അടുത്ത സ്റ്റേറ്റ് ആയതുകൊണ്ട് കർണാടകയിലും ഉണ്ട് കരിമ്പ് അത്യാവശ്യം നല്ല രീതിക്ക് കൃഷി ചെയ്യേണ്ടെന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് കോട്ടൺ. ഈ കോട്ടൺ വൈറ്റ് ഗോൾഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു ഇത് ഖാരിഫ് ക്രോപ്പാണ് അല്ലേ, ഖാരിഫ് ക്രോപ്പാണ്. ഇതിലും ഇന്ത്യയാണ് സെക്കൻഡ് മോസ്റ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ടെമ്പറേച്ചർ 20 ഡിഗ്രി ടു 30 ഡിഗ്രി, 50 ഡിഗ്രി ടു 100 ഡിഗ്രി, 100 സെന്റിമീറ്റർ ആണ് റെയിൻഫോൾ വരുന്നത്. പിന്നെ കേട്ടിട്ടുണ്ടാകും ഗുജറാത്ത് ഈ പറയുന്ന കോട്ടൺ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ടാവും. ദെൻ മഹാരാഷ്ട്ര, തെലങ്കാനയാണ് വീണ്ടും വരുന്നത്. ഇത് ഓരോ വർഷം മാറാം പൊസിഷൻ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ പറയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ് അങ്ങനെ എഴുതാത്ത. കാരണം ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറാം. അപ്പോൾ എന്നാലും ഇവരൊക്കെ തന്നെയായിരിക്കും ഈ ടോപ്പ് 5 ടോപ്പ് 3 ഉള്ളവർ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കിടക്കുന്നത്. എന്നാലും ഈ ഒരു സ്റ്റേറ്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും.
ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഇത്രമാണ് ഈ ഒരു വീഡിയോനകത്തുള്ളത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് കാരിഫ് പറഞ്ഞു, റാബി പറഞ്ഞു, സെയ്ദ് പറഞ്ഞു, റൈസ്, വീറ്റ് അതുപോലുള്ള അതിൻ്റെ കൃഷീനെ പറ്റി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ചാനലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ജോമെട്രി ചെയ്തിടുന്നുണ്ട്. അതും നിങ്ങളൊന്ന് മാക്സിമം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, ആവശ്യമുള്ളവരിലോട്ട് ഈ ഫ്രീ കണ്ടന്റുകൾ എത്തിക്കുക. നമ്മൾ മാക്സിമം ടൈം കിട്ടുന്നതനുസരിച്ച് ഫ്രീ കണ്ടന്റ്, നല്ല നല്ല കണ്ടന്റ് നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും.